ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ് ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ബിഗ് ബോസ് ലൈവിൽ ഇപ്പോൾ വല്ലാത്ത സംഭവങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ബിഗ് ബോസ് അവർക്ക് ഒരു മോർണിംഗ് ടാസ്ക് കൊടുക്കുകയാണ്. അതായത് നമ്മുടെ പണിപ്പുരിയിൽ പോയിട്ട് സാധനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മോർണിംഗ് ടാസ്ക് ബിഗ് ബോസ് കൊടുക്കുകയാണ്. അതായത് 1 മുതൽ 19 വരെയുള്ള റാങ്കിങ് കൊടുത്തിട്ട്, അതായത് ഒന്നാം സ്ഥാനത്തിരിക്കുന്ന ആൾക്ക്, അതായത് ഒന്നാം സ്ഥാനം കൊടുക്കുന്ന ആൾക്ക് 20 സെക്കൻഡ് പണിപ്പുരിയിൽ പോയിട്ട് സാധനങ്ങൾ എടുക്കാൻ ടൈം കിട്ടും. രണ്ടാം സ്ഥാനം കൊടുക്കുന്ന ആൾക്ക് 15 സെക്കൻഡ് ഉള്ളിൽ പോയിട്ട് സാധനങ്ങൾ എടുക്കാനുള്ള ടൈം കിട്ടും. ബാക്കിയുള്ളവരെ എല്ലാവർക്കും 10 സെക്കൻഡ് വെച്ച് കൊടുക്കും. അങ്ങനെയാണ് ബിഗ് ബോസ് ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു തീരുമാനം എടുത്ത് ആരാണോ ഒന്നാം സ്ഥാനത്തിരിക്കേണ്ടത്, ആരാണ് രണ്ടാം സ്ഥാനത്തിരിക്കേണ്ടത്, പിന്നെ ആരൊക്കെയാണ് 3ഉം 4ഉം അങ്ങനെ 19 വരെ ആരൊക്കെ ഇരിക്കുന്നത് തീരുമാനിക്കാനായിട്ട് പറഞ്ഞു. അപ്പൊ ഇവര് പൊതുവെ അനീഷിന് എന്തായാലും ഒന്നാം സ്ഥാനം കൊടുക്കില്ലല്ലോ. അപ്പൊ അനീഷിന് ഒന്നാം സ്ഥാനം കൊടുക്കാത്തതുകൊണ്ട് തന്നെ ഇവർക്ക് ഈ കാര്യം അറിയില്ല. ഇവര് എല്ലാവരും കൂടി ഒരു തീരുമാനമൊക്കെ എടുത്ത് ആര്യനെ ഒന്നാം സ്ഥാനത്തേക്കും രണ്ടാം സ്ഥാനത്തേക്ക് നിവിനെയും സെലക്ട് ചെയ്തിട്ട് അങ്ങനെ വെച്ചു. അങ്ങനെ വെച്ചിട്ട് പിന്നീട് ഈ നമ്മുടെ അനീഷ് ആണെന്നുണ്ടെങ്കിൽ എനിക്ക് ഒന്നാം സ്ഥാനം വേണം, ഞാൻ വിട്ടുകൊടുക്കില്ല, എനിക്ക് ഒന്നാം സ്ഥാനം തന്നെ വേണം, എനിക്ക് തന്നെ ഒന്നാം സ്ഥാനം വേണം, എനിക്ക് തന്നെ ഒന്നാം സ്ഥാനം വേണം എന്നിട്ട് കാണുന്നവരെയൊക്കെ പ്രാന്താക്കി, അവിടെ ഇരിക്കുന്നവരെയൊക്കെ പ്രാന്താക്കി പറഞ്ഞുകൊണ്ടേ ഇങ്ങനെ ഇരിക്കുകയാണ്. ഫൈനലി ഇവരൊരു തീരുമാനമെത്തി. ഒന്നാമതായിട്ട് മറ്റേ ആര്യം പോട്ടെ, രണ്ടാമതായിട്ട് നെവിൻ പോട്ടെ എന്ന് പറഞ്ഞിട്ട് ഒരു തീരുമാനത്തിലെത്തി. പക്ഷെ അപ്പോഴേക്കും ബിഗ് ബോസ് വന്നിട്ട് പറഞ്ഞു, ഇല്ല, ഏകകണ്ഠമായിട്ടാണ് തീരുമാനിക്കേണ്ടത്, ഗ്രൂപ്പായിട്ടല്ല തീരുമാനിക്കേണ്ടത് പറഞ്ഞിട്ട് അതിനെ ഇല്ലാണ്ടാക്കി. ഏകകണ്ഠമായിട്ട് തീരുമാനം എടുക്കേണ്ടത് കൊണ്ട് തന്നെ അനീഷാണ് ഒന്നാം സ്ഥാനം വേണം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അനീഷ് എനിക്ക് ഒന്ന് വേണം എന്ന് പറഞ്ഞിരിക്കുന്നതുകൊണ്ട് തന്നെ അവർക്ക് കുറച്ചു പേരൊക്കെ ഒന്നാം സ്ഥാനം അനീഷിന് കൊടുക്കാം. കാരണം നമുക്കിപ്പോ ഈ പോയി കഴിഞ്ഞാൽ ഈ 1 മണിക്കൂർ കഴിഞ്ഞാൽ ആ ടാസ്ക് എൻഡ് ആവും. അങ്ങനെയാണ് ഇപ്പൊ ഒരു ടാസ്ക് നടത്തിയിരിക്കുന്നത്. അപ്പൊ ഈ 1 മണിക്കൂർ കഴിഞ്ഞാൽ പിന്നീട് പണിപ്പൂരി പോയിട്ട് സാധനങ്ങൾ എടുക്കാനായിട്ട് സാധിക്കില്ല. അപ്പൊ കുറച്ച് പേരൊക്കെ പറഞ്ഞു അനീഷിന് ഒന്നാം സ്ഥാനം കൊടുക്കാം, ആൾ പോയിട്ട് സാധനങ്ങൾ എടുത്തിട്ട് വരട്ടെ, എങ്കിൽ നമുക്ക് എല്ലാവർക്കും സാധനങ്ങൾ എടുക്കാനുള്ള സമയം കിട്ടുമല്ലോ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് പേര് പറഞ്ഞു. എന്നാൽ ശരത്തും അക്ബറൊക്കെ പറഞ്ഞു, ഇല്ല, അവൻ ഒന്നാം സ്ഥാനത്ത് വിടില്ല, അവൻ ഒന്നാം സ്ഥാനത്ത് വിട്ട് നമ്മൾ തോറ്റു കൊടുക്കാൻ തയ്യാറല്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കുറെ സീനാക്കി. ഇതിൽ ക്യാപ്റ്റനായ ഷാനവാസും പറഞ്ഞു ആദ്യം ഒന്നാം സ്ഥാനം ആൾക്ക് കൊടുക്കാന്ന് പറഞ്ഞിട്ട് കൊടുത്തു, അനീഷിന് കൊടുത്തു. അതിനുശേഷം പിന്നീട് ഈ ശരത്തോ അക്ബറൊക്കെ കൂടി ഇങ്ങനെ പറഞ്ഞ സമയത്ത് എന്നാൽ ശരി ഒന്നാം സ്ഥാനം വേണ്ടെങ്കിൽ വേണ്ട. എന്നിട്ട് ഷാനവാസ് പറഞ്ഞു, നമുക്ക് ഈ കഴിഞ്ഞ ആഴ്ച നമ്മൾ ഉള്ള ഫുഡ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തില്ലേ, നമ്മൾ ഇട്ട തുണി തന്നെ നമ്മൾ വാഷ് ചെയ്ത് വീണ്ടും ഇട്ടില്ലേ എന്നൊക്കെ പറഞ്ഞ് ഈ ആഴ്ച നമുക്ക് അതേപോലെ ചെയ്യാന്ന് പറഞ്ഞിട്ട് ഇവരെല്ലാവരും കൂടി ആ ഒരു കിട്ടിയ അവസരം വേണ്ടാന്ന് വെക്കുകയാണ്. അതായത് പണിപ്പുരിയിൽ പോയിട്ട് സാധനങ്ങൾ എടുക്കാൻ കിട്ടിയ ആ ഒരു അവസരം വേണ്ടാന്ന് വെച്ചിട്ട് അനീഷിനെ അതായത് അനീഷിന് ഒന്നാം സ്ഥാനം കൊടുക്കാണ്ട് ഈ ഒരു ടാസ്കിൽ ആരും ജയിക്കേണ്ട എന്ന രീതിയിലുള്ള ഒരു തീരുമാനം എടുത്തിട്ട്, ആരും ഈ ഒരു ടാസ്ക് ചെയ്യേണ്ട എന്നുള്ള തീരുമാനം എടുത്തിട്ട് അവരോട് എല്ലാവരും കൂടി ഇരിക്കുകയാണ്. അപ്പൊ ഇവര് ചെയ്തതിൽ കുറച്ച് പേർക്ക് എതിരഭിപ്രായം ഉണ്ട്. അതായത് ഈ കിട്ടിയ സമയത്തിന് യൂസ് ചെയ്യാതെ ഒരു 2-3 പേർക്ക് വേണ്ടിയിട്ട് ആ പണിപ്പുരിയിലേക്ക് പോവാതിരുന്നു. എന്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ ഇവർ ചെയ്തത് ഏറ്റവും വലിയൊരു മണ്ടത്തരം തന്നെയായിരുന്നു. കാരണം അനീഷിനെ വിട്ടിട്ട് അനീഷ് എടുത്തിട്ട് വരുന്ന സാധനങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ഇവർക്ക് വേണ്ടാന്ന് വെക്കായിരുന്നു. അതായത് 1000 പോയിന്റ് ആണ് എല്ലാവർക്കും കൂടി കൊടുത്തിട്ടുള്ളത്. എല്ലാവരും കൂടി പോയിട്ട് അതിൻ്റെ ഉള്ളിൽ എല്ലാവർക്കും ഇപ്പൊ 1ഉം 2ഉം സ്ഥാനത്തുള്ളവർക്ക് 20 സെക്കൻഡ് 15 സെക്കൻഡ് കൊടുക്കും, ബാക്കി എല്ലാവർക്കും 10 സെക്കൻഡ് കൊടുക്കും. ഇവര് പോയിട്ട് അതിൻ്റെ ഉള്ളിൽ സാധനങ്ങൾ എടുത്തിട്ട് വന്നിട്ട് എല്ലാം കൂടി എടുത്തിട്ട് വന്നിട്ട് 1000 പോയിന്റിന്റെ ഉള്ളിൽ നിൽക്കണം. ഈ സാധനം 1000 പോയിന്റിൽ കൂടി കഴിഞ്ഞാൽ ആ സാധനങ്ങൾക്ക് തിരിച്ചു കൊടുക്കാന്നാണ്. അപ്പൊ അനീഷിനെ വിട്ടിട്ട് അനീഷ് എടുത്ത് വരുന്ന സാധനങ്ങളിൽ 1000ന്റെ മേലെ വരികയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ തിരിച്ചു കൊടുത്താൽ പോരെ, എത്രയുള്ളൂ പ്രശ്നം. അപ്പൊ ഈ മടയന്മാര് അനീഷ് ജയിക്കണ്ട, നമ്മൾ ഈ ഒരു വീക്കിൽ അഡ്ജസ്റ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് ഇവരാരും ടാസ്ക് അറ്റൻഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് എന്താ നഷ്ടം? ഇവർക്ക് തന്നെയാണ് നഷ്ടം. കാരണം ഈ ഫുഡ് എടുക്കാൻ പറ്റുന്നില്ല, ഡ്രസ്സ് കിട്ടില്ല, ഫുഡ് കിട്ടില്ല, അങ്ങനത്തെ എല്ലാം ഇവർക്ക് തന്നെയാണ് നഷ്ടം. ഇപ്പൊ ഇവര് വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഞങ്ങൾ ജയിച്ചു, അതായത് അനീഷിനെ തോപ്പിച്ച് ബാക്കി എല്ലാവരും ജയിച്ചു എന്നാണ്. ശരിക്കും ഇതിൽ ജയിച്ചത് അനീഷാണ്. കാരണം അനീഷ് ഒന്നാം സ്ഥാനം വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ച് നിന്ന് അവസാനം അനീഷ് തന്നെയാണ് ജയിച്ചത്. കാരണം ടാസ്ക് പോലും ഇല്ലാണ്ടാക്കി. അപ്പോൾ ഇവരെല്ലാവരും അവര് ജയിച്ചു എന്ന് പറഞ്ഞിട്ടായിരിക്കുന്നത്. സത്യത്തിൽ ജയിച്ചത് ഇപ്പൊ അനീഷാണ്. കാരണം അനീഷ് ആ ഒരു ടാസ്കിനെ ഇല്ലാണ്ടാക്കി ഒരാള് ബാക്കി 19 പേരെയും, അതായത് 18 or 19 പേരെയും ഇല്ലാതാക്കി എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. നമ്മൾ ഈ കാണുന്ന ആൾക്കാരെ പോലും വെറുപ്പിക്കുന്ന രീതിയിലാണ് അനീഷ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നത്. പക്ഷെ അനീഷ് അവസാനം വിജയിച്ചു എന്ന് വേണം സത്യത്തിൽ പറയാനായിട്ട്. എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ നിലവിലെ ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതേപോലെ ബിഗ് ബോസ് റിലേറ്റഡ് വീഡിയോസ് ഒക്കെ ലഭിക്കാനായിട്ട് ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത വീഡിയോ ലൈക്ക് അടിച്ച് വെച്ചേക്കാം. അടുത്തത് എന്താണ് ലൈവിൽ നടക്കുന്നത് നോക്കട്ടെ, അതിനുശേഷം അത് പറയാം. ഓക്കെ.